അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേൽ ലെബനന് വെടിനിർത്തൽ കരാറിന് അവരൊരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തു. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് തെക്കൻ ലെബനനിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ് ഇവർ രണ്ടാക്കി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സ്ഥലത്ത് മാത്രമേ ലെബനൻ ഗവൺമെൻറ്റിന് അധികാരമുള്ളൂ. അത് ഏകദേശം ഒരു 400 കിലോമീറ്റർ ലെബനീസ് ഗവൺമെൻറ്റിനോ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തിനോ വരാൻ പാടില്ല. ഒന്നാമത്തെയാണ്. അതിനകത്ത് പറയുന്നത് അവിടെ അവരുടെ സെക്യൂരിറ്റി ആയിട്ട്, അതായത് ബോർഡറിൽ അവിടെ കാവൽ നിൽക്കേണ്ടത് ഹിസ്ബുള്ളയല്ല, ലെബനീസ് പട്ടാളമായിരിക്കണം. അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാണ്. ഇതാണ് അവരുടെ രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ് ഇസ്രായേൽ മുന്നിൽ വെക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഹിസ്ബുള്ള, അതായത് ഹിസ്ബുള്ള എവിടെയുണ്ട് അവരെ പൂർണ്ണമായിട്ടും ആക്രമിക്കാനുള്ള അധികാരം അത് ഇസ്രായേലിന് കൈവശം വേണം. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല. ഹിസ്ബുള്ള ലെബനീസ് ഗവൺമെൻറ്റിലും കയറി കൈകടത്താൻ പാടില്ല. അതൊരു മിലിഷ്യ ഓർഗനൈസേഷനാണ്. അവർ ലെബനനിലോ സിറിയയിലോ എവിടെ ഉണ്ടായാലും അവരെ ആക്രമിക്കാനുള്ള പൂർണ്ണമായ അധികാരം ഇസ്രായേലിനുണ്ടായിരിക്കും. ഇതുപോലെ 3-4 കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ പറയുന്നത്. അതേപോലെ അവർ പറയുന്നത് ഇനി ആരൊക്കെയാണ് ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ ആളുകൾ അവരെ ഇസ്രായേലിന് കൈമാറണം. ഈ ഡിമാൻഡാണ് വെക്കുന്നത്. അതേപോലെ ലെബനീസ് ഗവൺമെൻറ് ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആകാം, പക്ഷേ അതൊരു മിലിഷ്യ രീതിയിൽ ഫണ്ട് വാങ്ങി ഇവിടെ മിലിറ്റൻസിനെ ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ഇസ്രായേലിനെ നാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വാർ കൊണ്ട് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഉണ്ടാകാൻ പോകുന്നത് ലെബനന് ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ നഷ്ടമാണ്. ലെബനൻ എന്ന് പറഞ്ഞ സോവറിൻ രാജ്യമായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞ പാവ ഗവൺമെൻറ്റായി മാറി. അവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാൻ സപ്പോർട്ടഡ് ഷിയ മിലിഷ്യ ഗ്രൂപ്പ് അത് കൈയടക്കി ആ രാജ്യത്തെ നശിപ്പിച്ചു. ആ രാജ്യത്തിൻ്റെ എക്കോണമി ഏറ്റവും മോശമായ രീതിയിൽ പോവുകയാണ്. തെക്കൻ ലെബനിലുണ്ടായിരുന്ന ഏകദേശം 15 ലക്ഷത്തോളം ആളുകളാണ് പലായനം ചെയ്തു പോയത്. അപ്പോൾ അവരുടെ ഓരോ വില്ലേജ് ഉൾപ്പെടെ ഇവർ സെർച്ച് നടത്തുവാണ് ഇസ്രായേലി പട്ടാളവും അവിടുത്തെ മറ്റുള്ള സെക്യൂരിറ്റി ഫോഴ്സും. അവിടെ ഏതെങ്കിലും ഹിസ്ബുള്ളക്കാരൻ തെക്കൻ ലെബനിലുണ്ട് അവനെ കൊന്നുകളയുക. എത്ര പേരാണ് ഇപ്പം ഹിസ്ബുള്ളയുടെ ആൾക്കാർ മരിച്ചു എന്ന് അവർ തന്നെ പറയുന്നത്. അതായത് ലെബനൻ അവരുടെ ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത് ഏകദേശം 5000 പേര്. ഹിസ്ബുള്ള ഏകദേശം കണക്ക് പുറത്തു വിട്ടു. കാരണം അവരുടെ ഒരുവിധപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ തെക്കൻ ലെബനുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും പല പോക്കറ്റുകളും ഇതിൽ ശക്തമായിരുന്നു. ഏകദേശം 65,000 ആക്റ്റീവായിട്ട് ഉള്ളവരായിരുന്നു ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലിഷ്യ ഗ്രൂപ്പ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവമാണ്. അതിൻ്റെ ഒരുവിധപ്പെട്ട ലീഡേഴ്സും കമാൻഡേഴ്സും ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടു. അപ്പം ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണ്. കാരണം അതിനെപ്പറ്റി അവർ ലെബനൻ പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററി ബോഡി ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഈ പറയുന്ന ലെബനൻ, ഈ തെക്കൻ ലെബനനും ഇസ്രായേലും നമ്മൾ ഇത്രയും അവിടെ വന്നിട്ട് അവരായിരിക്കും അത് കാവൽ നൽകുക. അവർക്ക് സപ്പോർട്ടായിട്ട് ലെബനീസ് പട്ടാളമേ പാടുള്ളൂ. ഒരു കാരണവശാലും എത്രയോ കിലോമീറ്ററോളം ഹിസ്ബുള്ളക്കാരവിടെ ഉണ്ടാവരുത്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ എവിടൊക്കെ ഹിസ്ബുള്ള, അതായത് ഇപ്പോഴും ബെയ്റൂട്ടിലും സതേണിലും നോർത്തേൺ ബെയ്റൂട്ടിലൊക്കെ ഈ ഹിസ്ബുള്ളയുടെ ആളുകളുണ്ട്, ആക്റ്റീവും ആക്റ്റീവ് അല്ലാത്തവരും. അതിനെ ഇവർക്ക് പൂർണ്ണമായിട്ട് ആക്രമിക്കണം. ആലോചിക്കുക, നേരത്തെ സതേൺ ബെയ്റൂട്ടിലും സതേൺ ലെബനിലായിരുന്നു ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നോർത്തേൺ ഇസ്രായേലിലും അതേപോലെ തന്നെ സിറിയയിലുമാണ് കയറി പൂർണ്ണമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ലെബനൻ ഈ കരാറിനോട് യോജിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം അന്തർദേശീയ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ലെബനനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ. പിന്നെ ഇസ്രായേൽ അവർക്കൊരു ഓഫർ കൊടുക്കുന്നുണ്ട്, ലെബനൻ്റെ പട്ടാളത്തെ അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. അതായത് അവർക്കൊരു പട്ടാളം പേരിന് മാത്രമേ ഉള്ളൂ. കാരണം മുഴുവൻ ഹിസ്ബുള്ളയുടെ കയ്യിലാണ്. കാരണം നസറുള്ളയും ഹിസ്ബുള്ളയും ലെബനൻ്റെ പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡേഴ്സുമായിരുന്നു. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും മാറ്റണം, അതായത് ഷിയയെ പൂർണ്ണമായിട്ടും മാറ്റണമെന്നാണ് ഇസ്രായേലിൻ്റെ ഡിമാൻഡ്. ഇതേപോലെ തന്നെയാണ് സിറിയയിലോട്ടും കയറിപ്പോകുന്നത്. അതായത് ഈ വാർ കൊണ്ട്, ഹമാസിൻ്റെ ആ സംഭവം കൊണ്ട് ഉണ്ടായ സംഭവം മനസ്സിലാക്കുക. ലെബനൻ അവരുടെ കയ്യിൽ നിന്നും പോയി, ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് പോയി, സിറിയ ആസാദ്.
അയാൾ മറ്റേ ഷിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അവിടെയും ഹിസ്ബുള്ളയായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്, അവരും പോയി. ഇതാണ് ഈ വാറിൻ്റെ അവസാനം ഒക്ടോബർ 7 കൊണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയോട് തന്നെയാണ് ലെബനൻ പറയുന്നത് എങ്ങനെ ഒരു സീസ് ഫയർ ഉണ്ടാക്കണം. കാരണം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലോട്ടാണ് പോകുന്നത്. കഴിക്കാൻ ആഹാരമില്ല, ഭക്ഷണമില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എപ്പോഴാണ് ബോംബ് വീഴുന്നത് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ അറിയുന്ന നോർത്തേൺ ബെയ്റൂട്ടിലും മറ്റുള്ളിടത്തും അവിടുത്തെ ജനങ്ങൾ തന്നെ ഹിസ്ബുള്ളയോട് അവിടെ നിൽക്കരുത്, പൊയ്ക്കോളാൻ പറയുകയാണ്. കാരണം ഇവർ അഭയം തേടി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് തന്നെ ഹിസ്ബുള്ളയ്ക്ക് തന്നെ പ്രശ്നമായി തുടങ്ങി. കാരണം ഇത്ര 65,000 പേരെന്ന് പറഞ്ഞാൽ ചെറിയൊരു അംഗസംഖ്യയല്ല. അതിൽ എത്രയോ പേര് വളരെ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി വളരെയധികം പേര് കൊല്ലപ്പെട്ടു. യഥാർത്ഥ കണക്ക് പുറത്ത് പറയുന്നില്ല. പക്ഷേ ഒരു ബ്രിട്ടീഷ് ഏജൻസി പറയുന്നത് ഏകദേശം 25,000-ൽ പരം ഹിസ്ബുള്ള സൈനികർ, അതായത് അവരുടെ മിലിഷ്യ ഗ്രൂപ്പ് അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. അതായത് വലിയ നഷ്ടമുണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് ഇറാന് ഭയം. കാരണം അവർക്ക് അവരുടെ ഫ്രണ്ട് ലൈനിൽ ഒഫൻസീവായിട്ടും ഡിഫെൻസീവായിട്ടും നിൽക്കേണ്ട സാധനം ഇല്ലാതായിപ്പോയി. ഇപ്പം ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇസ്രായേൽ ശക്തമായ രീതിയിൽ പിടിമുറക്കി. ഈ ഹമാസിൻ്റെ ഈ പാലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും ഒന്നുമല്ല. ഇപ്പുറത്ത് നോക്കി ലെബനൻ കയറി പിടിക്കുന്നു, സിറിയ കയറി പിടിക്കുന്നു, ഇറാനെ ഒന്നും അല്ലാതാക്കി. ഇവിടുന്ന് എവിടെ പോയി നിന്നു ആലോചിച്ച് നോക്കുക. ഈ വാറിൻ്റെ ആ ഫോർമേഷനും അതെവിടെ ചെന്ന് നിന്നു. ഇസ്രായേൽ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ നടത്തിയിട്ടില്ല ഇപ്പോഴും. ഈ ഗാസയിൽ അവരുണ്ടാക്കിയത് ബേസിക്കലി അറ്റാക്കുകൾ, ഒരു കോൺഫ്ലിക്റ്റ് അറ്റാക്കായിരുന്നു. ചില സ്പെസിഫിക് ആയിട്ട് ചിലടത്ത് പോയി അവിടെ ഹമാസിനെ നശിപ്പിക്കാൻ പോയി. ഇനി അടുത്തത് ഹൂത്തികളായിരിക്കും. അതാണ് അവസാനം എന്തുണ്ടായെന്നുള്ളതാണ്. ആരതിൻ്റെ അകത്ത് നേടിയത്? ഒരു ചെറിയ രാജ്യമായിരുന്നു ഇസ്രായേൽ. അവിടുത്തെ സൂപ്പർ ഡൂപ്പർ ശക്തിയായി മാറി. അവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ബോംബിടാം. ആ രീതിയിലോട്ടാണ് ഹമാസും ഈ പാലസ്തീനുകളും ഈ ഹിസ്ബുള്ളയും ഇറാനും ഈ അസാദും എല്ലാം കൂടെ ഹൂത്തികളും കാണിച്ചു. അവർക്ക് എവിടെയും പോയി ബോംബിടാം. കാരണം അമേരിക്ക രാജ്യത്തിന് എവിടെയും പോയി ബോംബിടാം. അതേപോലെ ആക്കി കൊടുത്തു ഇസ്രായേലിന്. അവർക്ക് എവിടെയും പോയി ബോംബിടാം, ആരുടെ തലയിലും കൊണ്ട് ബോംബിടാം. ഇതാണ് സൂപ്പർ ഡൂപ്പർ പവറാക്കി അവരെ മാറ്റി. അതാണ് പറഞ്ഞ് ഇമാർ വെറും പൊട്ടന്മാരാണ്. അത് 10-40 വർഷം കൊണ്ടുണ്ടാക്കിയ സൈനിക ഫോഴ്സുകളാണ് ഇതൊക്കെ. ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും മറ്റുള്ള പല ഷിയ പ്രോക്സീസ്, ഇതിൻ്റെയൊക്കെ ഗതികോടൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നുമല്ലാതായി മാറി. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി. എവിടുന്ന് എങ്ങോട്ട് പോയി? അവരവസാനം നിങ്ങൾ കണ്ടതാണ്, അറ്റോമിക് എനർജി കമ്മീഷനോട് വന്ന് നോക്കിക്കോളാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കുന്തവും ഇല്ലെന്ന്. ആ സ്ഥിതിയിലോട്ട് അവർ പോയി. കാരണം അവർക്കും പിടികിട്ടി, ഇതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ കൃത്യമായിട്ട് അന്ന് മുതലേ പറഞ്ഞത്. ഈ വാറിൻ്റെ അൾട്ടിമേറ്റ് വിജയമെന്ന് പറയുന്നത് ഇസ്രായേലിനായിരിക്കും. ഈ പറയുന്ന അറേബ്യൻ സുന്നി രാജ്യങ്ങൾ, സൗദിയും ജോർദാനാണെങ്കിലും UAE ആണെങ്കിലും ഈ സോക്കോൾഡ് കേരളത്തിലെ ഫേവറേറ്റായ ഖത്തർ ആണെങ്കിലും നിശബ്ദമാണ്. ഇതാണ് സൂപ്പർ ഡൂപ്പർ പവർ എന്ന് പറയുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ചിലപ്പോൾ ഇതോടുകൂടി ഈ പാലസ്തീൻ ഇഷ്യൂ തീർന്നു പോയേക്കും. കാരണം അതും നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇത്രയും നാളും കത്തിക്കൊണ്ടിരുന്ന പാലസ്തീൻ ഇഷ്യൂ ഇതോടുകൂടി വലുതായിട്ട് എസ്കലേറ്റ് ചെയ്തു. ഇത്രയും ഫോഴ്സുകൾ ഒരുമിച്ച് ഇത്രയും രാജ്യങ്ങൾ ഇടപെടുന്നു. അവസാനം ഇതെല്ലാം ഒന്നുമല്ലാതായി മാറി. ഇസ്രായേൽ സൂപ്പർ ഡൂപ്പർ ശക്തിയായി മാറി. ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് വിജയമെന്നും അതാണ് ഈ സംഭവത്തിലോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.